മെഷിയയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതയാത്രയിൽ പലരും നിരവധി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും. അത്തരത്തിൽ അവരുടേതായി മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ട ചില ഗൗരവപരമായ കാര്യങ്ങളുണ്ടാകും. അത്തരത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ ജീവിതത്തിന് ഉടമയാണ് ലിസ്സീവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. തിരുസഭ സന്യാസ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയുന്ന ഒരു വിശുദ്ധയാണ് ലിസ്സീവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഏകദേശം 15-ാം വയസ്സിൽ അവൾ സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. സന്യാസ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അവളെ അലട്ടിയെങ്കിലും ദൈവസ്നേഹത്തിലും ദൈവാശ്രയത്തിലും ആശ്രയിച്ച് അവൾ കരുത്തോടെ മുന്നോട്ട് പോയി. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയാലും പരിശുദ്ധ അമ്മയുടെയും സ്വർഗപ്രാപ്തിയായ അവളുടെ അമ്മ സ്വലിഗരന്റെ മാധ്യസ്ഥത്താലും അവളുടെ അപ്പച്ചൻ ലൂയി മാർട്ടിന്റെയും സഹോദരിമാരുടെയും പ്രാർത്ഥനയാലും 15-ാം വയസ്സിൽ അവൾ കർമ്മലമഠത്തിന്റെ പടികളിലേക്ക് കാലെടുത്തു വെച്ചു. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ ആത്മകഥയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർമ്മലമഠത്തിൽ പ്രവേശിച്ചതു മുതൽ റോസാപ്പൂക്കളെക്കാളധികം റോസാ മുള്ളുകളാണ് തന്നെ എതിരേറ്റതെന്ന്. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പാതകൾ സഹനത്തിൻ്റെതായിരുന്നു. കർമ്മലമഠത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അവൾ കഴിച്ചുകൂട്ടിയ കാലം മുഴുവൻ സഹനത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും പര്യായങ്ങളായിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ അവളുടെ ജീവിതം മുഴുവൻ നമുക്കൊരു കൊച്ചു പാഠപുസ്തകമായി പകർന്നു തരികയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇന്നും തിരുസഭയിലും സന്യാസ ജീവിതത്തിലും നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും അവൾ സ്വർഗത്തിൽ നിന്ന് വർഷിക്കുന്ന റോസാ പുഷ്പങ്ങളും ഇന്നും വെറുതെ പോകുന്നില്ല. അനേകരിൽ വെളിച്ചം വിതറി ദൈവസ്നേഹത്തിൻ്റെയും ദൈവാശ്രയത്വത്തിൻ്റെയും ബോധ്യം മറ്റുള്ളവരിൽ പകർന്നുകൊണ്ട് ദൈവവിളിക്ക് അനുസൃതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നന്ദി.